കൈക്കൊടിവ്, അതേ കയ്യിലെ 2 വിരലുകൾക്കും ഒടിവ്. ഇടിച്ച വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. എന്നാൽ പത്തനംതിട്ട അടൂർ ചൂരക്കോട് സ്വദേശി സുധീഷിനെ ഇടിച്ച വാഹനം തിരിച്ചറിയാൻ 1 മാസത്തിന് ശേഷവും സാധിച്ചിട്ടില്ല. നവംബർ 25 ഉച്ചയ്ക്ക് 1:30 ചൂരക്കോട് കുഴിയക്കാലായിൽ വീട്ടിൽ നിന്നും അടൂരിലെ ഷവർമ ഷോപ്പിലേക്ക് ജോലിക്ക് പുറപ്പെട്ടതായിരുന്നു സുധീഷ്. വാഹനം കളത്തട്ട് കവലയിലെത്തിയപ്പോൾ എതിർദിശയിൽ വന്ന വാഹനത്തെ മറികടന്ന ഒരു സ്കൂട്ടർ അതിവേഗം എത്തി. സുധീഷിന്റെ വലത് കൈയിലാണ് സ്കൂട്ടർ വന്നിടിച്ചത്. കൈ മരവിച്ചു പോയി. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി വയ്ക്കപ്പോഴത്തെ എൻ്റെ കൈയുടെ ചെറിയ വിരൽ 2 ഒടിവ്, നല്ല മുറിവുണ്ട്, പിന്നെ പൊട്ടലും ഉണ്ടായിരുന്നു. ഈ 2 ഇത് ഒടിവായി തിരിഞ്ഞു പോയി, കൈ വിരൽ എല്ല് തിരിഞ്ഞു പോയി. അപ്പോൾ അത് കേവയർ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ 6 ആഴ്ചയാണ് റെസ്റ്റ് പറഞ്ഞേക്കുന്നത്. വിരലിന് അനക്കാൻ പറ്റും, പക്ഷെ മടക്കാൻ പറ്റില്ല. ആശുപത്രി കിടക്കയിലായിരുന്നു ഏതാനും ദിവസം. പോലീസിൽ പരാതി നൽകി. ഒപ്പം മേഖലയിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമായി 9 CCTV ക്യാമറ ദൃശ്യങ്ങളും ശേഖരിച്ചു. ഇടിച്ചിട്ട് നിർത്താതെ പോയ സ്കൂട്ടർ എല്ലാ ദൃശ്യങ്ങളിലുമുണ്ട്. പക്ഷേ രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമല്ല. പുള്ളി തിരിഞ്ഞു നോക്കിയിട്ട് വണ്ടി നിർത്താതെ പോയി. സ്റ്റേഷനിൽ നമ്മൾ ഇന്ന് സ്റ്റേറ്റ്മെൻറ്റിന് പോയപ്പോഴും ഇതിനാണ് പറയുന്നത്. നമ്പർ ഫുട്ടേജ് എല്ലാം കിട്ടിയ ഫുട്ടേജ് എല്ലാം കാണിച്ച് ക്യാമറ. അപ്പം അവർ നമ്പർ പ്ലേറ്റ് ക്ലിയർ അല്ല, ഒന്നുകൂടെ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ഒരു 9ഓളം ക്യാമറ ചെക്ക് ചെയ്തു. അതിലൊന്നും ഫുട്ടേജിനകത്ത് ഒന്നും കിട്ടുന്നില്ല. വണ്ടി ആക്റ്റീവാ പോയി ചെയ്യുക, അത് ഞാൻ ഒന്നും കണ്ടായിരുന്നു. ജോലിക്ക് പോകാനാകാതെ വരുമാനം നിലച്ച അവസ്ഥയിൽ കൂടിയാണ് സുധീഷ്. അതേസമയം കൂടുതൽ ഇടങ്ങളിൽ നിന്നും CCTV ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണെന്നും അപകടമുണ്ടാക്കിയ സ്കൂട്ടർ വേഗത്തിൽ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അടൂർ പോലീസ് വിശദീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.